വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ഇൻലുവിനൊപ്പം താമസിക്കാനായി ദുവ റെഡിയാക്കിയ വീട്ടിലേക്കാണ് കാവോ ടോങ്ങിനെ കൂട്ടിക്കൊണ്ട് വന്നത്. ദുവയുടെ മുറിയൊക്കെ അറേഞ്ച് ചെയ്തത് ഇല്ലു തന്നെയാണ്. ദുവ മാറി നിന്ന് അതെല്ലാം കണ്ട് ആസ്വദിക്കുന്നുണ്ട്. വൈകുന്നേരമായപ്പോഴേക്കും അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തതിന്റെ ക്ഷീണത്തിൽ ഇൻലുവിന് നന്നായി വിശക്കുന്നു. അവൾ മുറിയിൽ കിടന്ന് വിശക്കുന്നു എന്ന് പറയുന്നത് കേട്ട ദുവോ തൻ്റെ സൈനികരെ കൊണ്ട് സിറ്റിയിൽ നിന്ന് പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസും അവൾക്കായി വാങ്ങിപ്പിക്കുന്നു. പക്ഷെ അവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ഐറ്റം അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അത് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞ് അവൾ അവനെയും കൂട്ടി സിറ്റിയിലേക്ക് പോകുന്നു. അവരൊരു കടയിൽ ചെന്നിരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു നായക്കുട്ടി അവൾക്ക് അരികിൽ വന്നിരുന്നത്. അവൻ അതിനെ ഓടിച്ചുവിടാൻ തുടങ്ങിയെങ്കിലും അവൾ സമ്മതിക്കുന്നില്ല. മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നതിന് പകരം അതിനെ കഴിപ്പിക്കാൻ തുടങ്ങുന്നു. അവസാനം അവൻ അവളെ കഴിപ്പിക്കേണ്ട സ്ഥിതിയിലായി. എന്നാലും സന്തോഷത്തോടെയാണ് അവൻ ഇത് ചെയ്തത്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് ഫുഡ് പാഴ്സലും വാങ്ങി അവർ പോകാൻ തുടങ്ങിയപ്പോൾ അത് അവരുടെ നായയാണ് എന്ന് കരുതി കടക്കാരൻ അതിനെ കൂട്ടിക്കൊണ്ടു പോകാൻ അവരോട് ആവശ്യപ്പെടുന്നു. അവർ ഭാര്യാഭർത്താക്കന്മാരാണ് എന്നാണ് അയാൾ കരുതിയിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ നായയല്ല എന്നവൾ പറഞ്ഞെങ്കിലും അയാൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അവസാനം അവർക്ക് അതിനെ കൂട്ടിക്കൊണ്ട് പോകേണ്ടി വരുന്നു. പോകുന്ന വഴിക്ക് അവർ അതിന് ബാ എന്ന പേരും വെക്കുന്നു. ഇൻലു ദുവയുടെ പുറകെ നടക്കുന്നത് കൊണ്ട് തന്നെ ടോങ്ങിന് സഹികെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവളൊരു നായയെ കൂടി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ദുവോയുമായുള്ള ബന്ധം ശരിയാക്കില്ല, ഭാവിയിൽ അത് ദോഷം ചെയ്യും, രാജാവ് പറഞ്ഞാൽ തല പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ടോങ് അവളെ കുറെ ഉപദേശിക്കുന്നു. സഹികെട്ട് ഞാൻ വേറെ ഏതെങ്കിലും മുറിയിൽ പോയി കിടന്നോളാം എന്ന് പറഞ്ഞ് ഇല്ലു അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവൾ നേരെ ദുവയുടെ മുറിയിലേക്കാണ് പോയത്. അവൻ വാതിൽ തുറന്നതും അവൾ അകത്തേക്ക് ഇടിച്ചു കയറി ബെഡിൽ ചെന്നിരുന്നിട്ട് ഇന്ന് രാത്രി ഞാൻ ഇവിടെയാണ് കിടക്കാൻ പോകുന്നതെന്ന് പറയുന്നു. അവൻ എതിർപ്പൊന്നും പറയുന്നില്ല. അവൾ കിടന്ന ശേഷം കൊതുകിനെ ഓടിക്കാനായി പുകയ്ക്കുകയാണ് എന്ന രീതിയിൽ അവൻ അവിടെ നിൽക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾ നിർബന്ധിച്ച് അവനെ ബെഡിൽ പിടിച്ച് കിടത്തുന്നുണ്ട്. അപ്പോഴും അവൻ ശ്വാസം പിടിച്ചൊരേ കിടപ്പാണ്. അവൾ പതുക്കെ പതുക്കെ അവനോട് സംസാരിക്കുകയും അടുത്തേക്ക് ചേർന്ന് കിടക്കുകയും ഒക്കെ ചെയ്യുന്നു. അവൻ ശ്വാസം പിടിച്ച് കൺട്രോൾ ചെയ്ത് അങ്ങനെ കിടക്കുകയാണ്. കൺട്രോൾ തെറ്റുമെന്ന് തോന്നിയപ്പോൾ ഉറങ്ങിയ മട്ടിൽ കണ്ണുടച്ച് കിടക്കുന്നു. പക്ഷെ അപ്പോഴും അവൾ വിടാതെ അവൻ്റെ മുഖത്തു കൂടി വിരലോടിക്കുകയും ചെറുതായി ഒന്ന് കിസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോൾ നാണം കാരണം അവൾ തിരിഞ്ഞു കിടക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ കണ്ണു തുറന്ന് അവളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുകയും മുടി വിരലിൽ ചുറ്റുകയും ഒക്കെ ചെയ്യുന്നു. അതോടെ അവൾ വേഗം തിരിഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. അങ്ങനെയാണ് അന്ന് അവർ ഉറങ്ങിയത്. അടുത്ത ദിവസം രാവിലെ ടോങ് ഇല്ലുവിൻ്റെ മുഖം കഴുകാനുള്ള വെള്ളവുമായി അവൾ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ദുവയുടെ മുറിക്ക് മുന്നിൽ അവനുള്ള വെള്ളവുമായി കാവോ നിൽക്കുന്നത് കണ്ടത്. അവർ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇല്ലു ദുവയുടെ മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. തൊട്ടുപുറകെ തന്നെ ദുവ അവളുടെ ഓവർകോട്ടുമായി വന്ന് അവളെ തിരികെ വിളിച്ചത് നൽകുന്നു. അവർ ഒരുമിച്ചാണ് ഉറങ്ങിയത് എന്ന് രണ്ടുപേർക്കും മനസ്സിലാക്കുന്നുണ്ട്. കാവോ ദുവയ്ക്കൊപ്പം അവൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ കയ്യിലിരുന്ന പാത്രം അവിടെ വലിച്ചെറിഞ്ഞ് പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടാണ് ടോങ് പോയത്. അന്ന് തന്നെ പ്രിൻസ് ദുവയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി കുറച്ച് സ്ത്രീകളെ അവൻ്റെ സഹായത്തിനെന്നോണം അവിടെ കഴിക്കുന്നു. അവർ വന്നത് ഇല്ലു ദൂരെ നിന്ന് കാണുന്നു. ദുവ അവരെ സ്വീകരിക്കാതെ പറഞ്ഞയക്കുമെന്നാണ് അവൾ കരുതിയത്. പക്ഷേ പ്രിൻസിൻ്റെ സ്പൈ ആണ് അവർ എന്നറിഞ്ഞിരുന്നത് കൊണ്ട് തന്നെ അയാളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവരെ അവിടെ നിർത്തിക്കൊള്ളാൻ ദുവ അനുവാദം നൽകുന്നു. വേറെ കുറേ പെണ്ണുങ്ങൾ ദുവയുടെ അടുത്ത് ആധിപത്യം സ്ഥാപിക്കാൻ വന്നത് ഇൻലുവിന് തീരെ സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദുവ വളരെ ക്രൂരനാണ്. ഇവിടെ നിന്നാൽ വളരെയധികം ശാരീരിക പീഡനങ്ങൾ നേരിടേണ്ടി വരും. അവസാനം വെട്ടിനോക്കി കഷ്ണങ്ങളാക്കി ഇവിടുത്തെ ഭീകരനായി പട്ടിക്കിട്ട് കൊടുക്കും എന്നൊക്കെ കുറേ ഇല്ലാ കഥകൾ പറഞ്ഞ് പേടിപ്പിച്ച് അവൾ അന്ന് തന്നെ അവരെ ഓടിച്ചു വിടുന്നു. അവൾ ചെയ്യുന്നതൊക്കെ ദുവ മാറി നിന്ന് കണ്ട് ചിരിക്കുന്നുണ്ട്. താൻ പറഞ്ഞയച്ചവരെ ദുവ തിരിച്ചയച്ചത് പ്രിൻസിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നു. വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളുടെ പേരും പറഞ്ഞ് ഇടയ്ക്കിടെ അവിടെ പോയി ദുവയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ അയാൾ റോങ്ങിനെ ഏൽപ്പിക്കുന്നു. വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇൻലു പൂർണ്ണ ഉത്തരവാദിത്തം കാണിക്കുന്നുണ്ട്. സ്ത്രീധനമായി കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളുടെ കണക്കെടുക്കുന്ന കൂട്ടത്തിലാണ് ആ നാട്ടിലെ ആചാരമനുസരിച്ച് വധു വരന് വേണ്ടി തയ്യാറാക്കേണ്ട ചെരുപ്പ് യുലു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അന്ന് തന്നെ തിരികെ ചെന്നപ്പോൾ പുതിയൊരു ചെരുപ്പ് ഉണ്ടാക്കി നൽകാൻ വേണ്ടി അവൾ ദുവയുടെ കാലിൻ്റെ അളവെടുക്കുന്നു. ചെറുപ്പത്തിൽ അച്ഛൻ നൽകുന്ന പണം സ്വീകരിക്കാൻ അമ്മ തയ്യാറല്ലാത്തതിനാൽ ചെരുപ്പുണ്ടാക്കി വിറ്റിരുന്നു. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായി അളവെടുക്കാൻ കഴിയുന്നത് എന്ന് ദുവോ ചോദിച്ചപ്പോൾ അവൾ പറയുന്നുണ്ട്. അന്ന് രാത്രി തന്നെ ഉറക്കം വിളിച്ചിരുന്ന് അവൾ അവന് വേണ്ടി ഭംഗിയുള്ളൊരു ചെരുപ്പ് റെഡിയാക്കുന്നു. അടുത്ത ദിവസം പുറത്തെവിടെ പോയിട്ട് ദുവോ തിരികെ വന്നപ്പോൾ റൂമിലിരിക്കുന്ന ചെരുപ്പ് കണ്ട ആവേശത്തോടെ ഇട്ട് നോക്കുന്നുണ്ട്. ആ സമയത്ത് റോം കാണാൻ വന്നിരിക്കുന്നുവെന്ന് കാവ വന്നിരിക്കുന്നതിനാൽ അത് ഊരി വെച്ചിട്ട് അവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഒരുക്കങ്ങൾ എവിടെ വരെ എന്നറിയാനുള്ള രീതിയിൽ അവൻ്റെ നീക്കങ്ങൾ അറിയണമെന്നായിരുന്നു റോം. അയാൾ വിവരങ്ങൾ പറയുന്നതിനിടയിലും തിരിച്ചു മറുപടി നൽകുന്നതിനിടയിലുമൊക്കെ ഇല്ലുവിനെക്കുറിച്ച് ഓർത്ത് ദുവോ അറിയാതെ പുഞ്ചിരിച്ചു പോകുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് അയാൾ മടങ്ങിയെത്തി പ്രിൻസിനോടും ആ വിവരം പറയുന്നു. പ്രിൻസിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിലും എന്തായിരിക്കും ദുവയുടെ ചിരിക്ക് പിന്നിലെന്നും ഒരു പിടിയും കിട്ടുന്നില്ല. അടുത്ത തന്നെ ഒരു ദിവസം വിവാഹം ഗംഭീരമായി നടക്കുന്നു. ഇല്ലു നൽകിയ പുതിയ ചെരുപ്പിട്ടുകൊണ്ടാണ് ദുവോ ചടങ്ങിനെത്തിയത്. അവരുടെ വിവാഹ ചടങ്ങ് നടക്കുന്ന സമയത്ത് അവരുടെ സ്ഥാനത്ത് താനും ദുവയുമാണ് എന്ന് ഇല്ലുവിന് അറിയാതെ തോന്നിപ്പോകുന്നു. അതേസമയം ഇങ്ങനൊരു ഭാഗ്യം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ എന്ന വിഷമത്തിൽ ദുവോ ചടങ്ങ് നടക്കുന്നിടത്ത് നിന്ന് കുറച്ച് മാറി നിൽക്കുന്നു. ഇപ്പോൾ നിൽക്കുന്നത് പ്രിൻസിൻ്റെ സ്ഥലത്തായതുകൊണ്ട് ഇങ്ങനെയുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് സൂക്ഷിച്ചു വേണം, അല്ലെങ്കിൽ അയാൾക്ക് സൂചന കിട്ടുമെന്ന് കാവോ അവന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിവാഹരാത്രി യുലു പ്രിൻസിൻ്റെ കൊട്ടാരത്തിൽ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് നല്ലൊരു സീൻ ഉണ്ടാക്കുന്നുണ്ട്. ജോലിക്കാർ പറഞ്ഞ് അവിടെ എത്തിയ പ്രിൻസിനോട് ഒട്ടും ബഹുമാനമില്ലാതെ അയാളേക്കാൾ വലിയ കുടുംബത്തിലെ അംഗമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അവൾ സംസാരിച്ചത്.
പക്ഷേ പ്രിൻസ് അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മര്യാദ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. തൻ്റെ അടവൊന്നും അയാളുടെ അടുത്ത് നടക്കില്ലെന്ന് മനസ്സിലായതോടെ അവൾ ട്രാക്ക് മാറ്റുന്നുണ്ട്. ജാടയും ദേഷ്യവും ഒക്കെ മാറ്റിവെച്ച് ഇനി ഇങ്ങനെയൊന്നും പെരുമാറില്ല എന്ന് പറഞ്ഞ് അയാളുടെ മുന്നിൽ കരഞ്ഞപേക്ഷിക്കുന്നു. അയാളുടെ വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടി ദുബോയും ഇല്ലുവും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ട് എന്നൊരു ന്യൂസും അവൾ ചോർത്തി കൊടുക്കുന്നു. അയാൾ പക്ഷെ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. കൊള്ളക്കാർ ആക്രമിച്ച സമയത്ത് അവൾക്ക് നേരെ വന്ന ചാട്ടുളി അവൻ ഏറ്റുവാങ്ങിയതും അവൻ വെള്ളത്തിലേക്ക് വീണപ്പോൾ അവൾ പുറകെ ചാടിയതും ഒക്കെ നേരിട്ട് കണ്ടതാണ് എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കാൻ അയാൾ അവൾക്കൊരു ചാൻസ് നൽകുന്നു. അവൾക്ക് കാണാനാണെന്നുള്ള രീതിയിൽ അടുത്ത ദിവസം ഇല്ലുവിനോട് തനിച്ച് പ്രിൻസിന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടുകൊണ്ട് റോങ് അവിടെ എത്തുന്നു. ദുബോയ് ഈ സമയത്ത് ആർമി ക്യാമ്പിലേക്ക് പോരുന്നത് കൊണ്ട് അവൻ വന്നിട്ട് അവനോട് പറഞ്ഞ് അനുവാദം വാങ്ങി വരാം എന്ന് പറഞ്ഞ് അവളെ അയാളെ മടക്കി അയക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പല കാരണങ്ങൾ പറഞ്ഞ് നിർബന്ധിച്ച് അവളെയും കൊണ്ടാണ് റോങ് അവിടെ നിന്ന് പോയത്. നിർബന്ധത്തിന് വഴങ്ങി പോകേണ്ടി വന്നെങ്കിലും സംശയിച്ചാണ് ഇല്ലു അവിടെ എത്തിയത്. യുലു അവളെ കാര്യമായി തന്നെ സ്വീകരിക്കുന്നുണ്ട്. അവളെ അവിടേക്ക് കൊണ്ടുവന്നു എന്നറിഞ്ഞാൽ യുലു പറഞ്ഞതുപോലെ ദുബോയ്ക്ക് അവളുമായി റിലേഷൻ ഉണ്ടെങ്കിൽ അവൻ ഉറപ്പായും അവളെ രക്ഷിക്കാനേ എത്തും. അങ്ങനെ വന്നാൽ അവനെ കൊല്ലുകയാണ് പ്രിൻസിന്റെ ഉദ്ദേശം. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അവർ അവന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കാവോ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ ദുബോ അവിടേക്ക് പുറപ്പെട്ടതാണെങ്കിലും വഴിയിൽ വെച്ച് റോങ് ആണ് അവളെ കൂട്ടിക്കൊണ്ടുപോയതെന്ന് അറിഞ്ഞപ്പോൾ അതിന് പിന്നിൽ പ്രിൻസ് ആയിരിക്കാനാണ് സാധ്യത എന്ന് അവൻ ഊഹിക്കുന്നു. പ്രിൻസ് ഒരിക്കൽ കെണിയാണിതെന്ന് മനസ്സിലായി അവൻ അങ്ങോട്ടേക്ക് പോകാതെ തിരികെ പോകുന്നു. യുലു ഇല്ലുവിനോട് ഇന്നുവരെ കാണിച്ചിട്ടില്ലാത്തത്ര സ്നേഹത്തോടെയാണ് പെരുമാറിയത്. വിശേഷപ്പെട്ട കുറേ പലഹാരങ്ങൾ അവൾക്ക് കഴിക്കാനായി നൽകുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇല്ലു പോകാനായി എഴുന്നേൽക്കുന്നതിനാൽ അവളെ കുറച്ച് സമയം കൂടി അവിടെ പിടിച്ചിരുത്താൻ വേണ്ടി അവൾക്കൊപ്പം ചൂതുകളി പോലെയുള്ള ഒരു ഗെയിം കളിക്കാൻ തയ്യാറാകുന്നു. അവൾ ഇത്ര കാര്യമായി തന്നെ അവിടെ പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എന്തോ ദുരുദ്ദേശമുണ്ടെന്ന് ഇല്ലു ഊഹിക്കുന്നു. കളിക്കിടയിൽ ദുബോയെക്കുറിച്ചും അവനുമായുള്ള അടുപ്പത്തെക്കുറിച്ചുമൊക്കെ അവൾ ചോദിക്കുന്നതിനാൽ ദുബോയെ കൊടുക്കാനുള്ള കെണിയൊരുക്കുകയാണ് അവളുടെ ഉദ്ദേശം എന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. തന്നെ ഉപദ്രവിക്കാൻ അവൾക്ക് ഉദ്ദേശമൊന്നുമില്ല എന്ന് ബോധ്യമായതോടെ ഇല്ലു റിലാക്സ് ചെയ്തിരുന്ന് കളിക്കാൻ തുടങ്ങുന്നു. മാത്രമല്ല ദുബോയോട് ഭയങ്കരമായി വെറുപ്പാണെന്ന രീതിയിലാണ് അവൾ യുലു ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്. അവളുടെ വായിൽ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വീണ്ടും വീണ്ടും ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന യുലു കളിയിൽ ശ്രദ്ധിക്കുന്നതേയില്ല. അവൾ കളി തുടങ്ങിയപ്പോൾ എടുത്തു വെച്ച കാശ് മുഴുവൻ ഇല്ലു കളി ജയിച്ച് കൈക്കലാക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ കളി അവസാനിപ്പിക്കാമെന്ന് യുലു പറഞ്ഞെങ്കിലും എനിക്ക് തിരികെ പോകാൻ തിരക്കൊന്നുമില്ല, കാശ് തീർന്നെങ്കിൽ സ്ത്രീധനമായി നൽകിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ പണയം വെച്ച് കളിക്കാം എന്ന് ഇല്ലു പറയുന്നു. മാത്രമല്ല ദുബോയുടെ സ്വഭാവം കാരണം തിരികെ പോകാൻ ആഗ്രഹമില്ല. ഇവിടെ തന്നെ താമസിക്കാൻ കഴിയുമോ എന്നും അവൾ ചോദിക്കുന്നുണ്ട്. യുലു ആകെ പെട്ട അവസ്ഥയിലിരിക്കുകയാണെങ്കിലും ദുബോയുമായുള്ള അവളുടെ അഫയറിനെ കുറിച്ച് പറഞ്ഞത് സത്യമാണ് എന്ന് തെളിയിക്കാതെ അവൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമായിരുന്നില്ല. അവൻ വരുന്നതുവരെ അവളെ അവിടെ പിടിച്ചിരുത്താൻ വേണ്ടി അവൾ പറഞ്ഞതുപോലെ ആഭരണങ്ങളും മറ്റും പണയം വെച്ച് അവൾക്ക് കളിക്കേണ്ടി വരുന്നു. അധികം വൈകാതെ ഇല്ലു അത് മുഴുവൻ സ്വന്തമാക്കുന്നുണ്ട്. ദുബോയെ കാത്തിരുന്ന് പ്രിൻസിന്റെ ക്ഷമ ഇതിനകം നശിച്ചു കഴിഞ്ഞിരുന്നു. മാത്രമല്ല യുലുവിന്റെ ചൂതുകളി കാരണം മൊത്തത്തിൽ പാപ്പരാകുന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. വരാനായിരുന്നെങ്കിൽ ദുബോ എപ്പോഴേ വരേണ്ടതായിരുന്നു. അതുകൊണ്ട് യുലു പറഞ്ഞതിൽ സത്യമൊന്നും കാണില്ല എന്ന് വിചാരിച്ച് പ്രിൻസ് ഇല്ലുവിനെ നിർബന്ധിച്ച് തിരിച്ചയക്കുന്നു. ഞാൻ പറഞ്ഞു തെളിയിക്കാൻ കുറച്ച് സമയം കൂടി തരണം എന്നൊക്കെ യുലു പറഞ്ഞെങ്കിലും അയാൾ അതിന് സമ്മതിക്കാതെ അവളെ ബലമായി പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നു. വെറും കൈയോടെ പോയ ഇല്ലു ഒരു വണ്ടി നിറയെ സാധനങ്ങളുമായാണ് തിരികെ എത്തിയത്. ഇല്ലു ആപത്തൊന്നും കൂടാതെ തിരികെ എത്തിയെങ്കിലും അവൾ തൻ്റെ വീക്ക്നെസ് ആണെന്ന് മറ്റുള്ളവർ അറിയുന്നത് അവൾക്ക് ആപത്തുണ്ടാക്കും എന്ന് ഈ സംഭവത്തോടെ ദുബോയ്ക്ക് ബോധ്യമാക്കുന്നു. അതുകൊണ്ട് അവളിൽ നിന്ന് കുറച്ച് അകന്നു നിൽക്കാൻ തന്നെ അവൻ തീരുമാനിക്കുന്നു. യുലു കള്ളം പറഞ്ഞതാണ് എന്ന് കരുതി പ്രിൻസ് അവളെ ശിക്ഷിക്കുന്നുണ്ട്. ഇല്ലുവിൻ്റെ കസിൻ ഷെങ് പ്രിൻസിന്റെ മുറിയിൽ നിൽക്കുന്ന സമയത്താണ് രാജ്ഞി പറഞ്ഞു വിട്ടതനുസരിച്ച് ദുബോയുടെ ലവറാണെന്ന് അവകാശപ്പെട്ട യുബൈ രാജ്ഞി നൽകിയ കത്തുമായി അവിടെ എത്തിയത്. ദുബോയ്ക്കെതിരായി അവളെ ഉപയോഗിക്കാൻ പ്രിൻസ് പ്ലാൻ ചെയ്യുന്നതൊക്കെ ഷെങ് കേൾക്കുന്നുണ്ട്. അവൻ രഹസ്യമായി അവളെ കാണുകയും ചെയ്യുന്നു. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ദുബോ മനഃപൂർവ്വം ഇല്ലുവിനെ അവോയ്ഡ് ചെയ്യുന്നു. ഇല്ലു പലതവണ അവനെ കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ഒഴിഞ്ഞു മാറുകയാണ്. അവൻ അവോയ്ഡ് ചെയ്യുകയാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അതിന്റെ മൂഡ് ഓഫ് മാറ്റാനായി അവൻ പുറത്തെവിടെ പോയ സമയത്ത് അവൾ കസിനെ കാണാനായി പോകുന്നു. യുബയെ കുറിച്ച് ഷെങ് അവളോട് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളത് കേൾക്കാനുള്ള അവസരം നൽകുന്നില്ല. അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ദുബോ രഹസ്യമായി തന്നെ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതോടെ കുറച്ച് ആശ്വാസമാകുന്നതിനാൽ അവൾ തിരികെ പോകുന്നു. രാത്രിയിൽ അവന്റെ മുറിയിൽ പോയി അവൾ നോക്കുന്നുണ്ടെങ്കിലും അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ അന്വേഷിച്ച് വരാൻ സാധ്യതയുണ്ടെന്ന് അറിയാവുന്നതിനാൽ അവൻ മുറിയിലേക്ക് കയറാതെ അവളുടെ മുറിയുടെ പുറത്തായി അവൾ കാണാതെ മറന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ഇല്ലു നിരാശയായി പോയി കിടന്ന ശേഷമാണ് പ്രിൻസ് പറഞ്ഞുവിട്ട യുബൈ അവിടെ എത്തിയത്. അവളോട് സംസാരിച്ചപ്പോൾ തന്നെ അത് ചേട്ടന്റെ ലവറായിരുന്നു എന്ന് അവന് മനസ്സിലാക്കുന്നു. മുമ്പൊരിക്കൽ ചേട്ടൻ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞിട്ടുണ്ട്. ചേട്ടനാണെന്ന് കരുതിയാണ് അവൾ അവൻ്റെ അടുത്ത് തിരിക്കുന്നത്. അങ്ങനെയല്ല എന്ന് പറയാനും കഴിയില്ല. അധികം സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ക്ഷീണം കാരണം അവൾ തളർന്നു വീഴുന്നു. അവിടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു മുറി വൃത്തിയാക്കി അവളെ അവിടെ കിടത്താൻ അവൻ നിർദ്ദേശിക്കുന്നു. ഒരു വൈദ്യനെയും വിളിച്ച് കാണിക്കുന്നുണ്ട്. അവൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവളെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കരുത്, ഇല്ലു കാണരുതെന്നൊക്കെ അവൻ നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ അടുത്ത ദിവസം രാവിലെ തന്നെ ഇല്ലു ആ മുറിയുടെ വാതിക്കലെത്തിയപ്പോൾ അവൾ അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി ദുബോയ്ക്ക് അവൾക്കൊപ്പം പോകേണ്ടി വരുന്നു. അവൻ്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിലും അവൻ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ കലിപ്പിലാണ് അവൾ. ഷോപ്പിങ്ങിനാണെന്ന് പറഞ്ഞ് കുറേ സമയം അവനെയും കൊണ്ട് വെറുതെ ചുറ്റിത്തിരിഞ്ഞ ശേഷം ഒരു കടയിൽ ചെന്നിരുന്ന് അവൾ നന്നായി മദ്യപിക്കുന്നു. അവിടെ നിന്ന് മടങ്ങാൻ നേരം അവൻ എന്തിനാണ് അവോയ്ഡ് ചെയ്യുന്നതെന്ന് ചോദിച്ച് അവനോട് വഴക്കുണ്ടാക്കുന്നുമുണ്ട്. പക്ഷെ അവനൊന്നും തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല. അവസാനം അവൾ അവനോട് പിണങ്ങി അവനെ കൂട്ടാതെ തിരികെ പോകുന്നു. പുറത്തേക്ക് ഇറങ്ങണമെന്ന് നിർബന്ധം പിടിച്ച യുബൈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്താണ് ഇല്ലു അവിടെ എത്തിയത്. കാവോയും ഷിലാങ് കൂടി യുബൈയെ വേഗം തിരികെ അകത്തേക്ക് കയറ്റിയെങ്കിലും ഇല്ലു അവളെ കണ്ടിരുന്നു.
അവൾ നേരെ അവിടേക്ക് ചെന്ന് അതാരാണെന്ന് അന്വേഷിക്കുന്നു. അവിടെ ആരുമില്ല എന്ന് പറഞ്ഞ് കാവ അവളെ പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ ഇടിച്ചു കയറി മുറിയിലേക്ക് ചെന്ന് യുബയെ കാണുന്നു. അപ്പോഴേക്കും ദുബോയും അവിടെ എത്തുന്നു. ദുബോയുടെ പഴയ ഫ്രണ്ടാണെന്ന രീതിയിലാണ് അവർ യുബയെ ഇല്ലുവിന് പരിചയപ്പെടുത്തി കൊടുത്തത്. അവൾ വന്നതുകൊണ്ടാണ് ദുബോ പെട്ടെന്ന് തന്നെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയത് എന്ന് ഇല്ലു തെറ്റിദ്ധരിക്കുന്നു. ദുബോ ആണെങ്കിലൊന്നും വിട്ടു പറയുന്നുമില്ല. അന്ന് രാത്രി ദുബോ യുബയോട് സംസാരിക്കുന്നത് അവനെ കണ്ടെന്ന് ചോദിക്കാനായി ചെന്ന ഇല്ലു വാതിൽക്കൽ നിൽക്കുന്നു കേൾക്കുന്നു. 6 വർഷങ്ങൾക്ക് മുമ്പാണ് അവർ തമ്മിൽ അവസാനമായി കണ്ടത്. കൊട്ടാരത്തിലെ ദാസിയായിരുന്ന അവളെ അന്ന് എന്തോ തെറ്റിയതിൻ്റെ പേരിൽ അവിടെ നിന്ന് പുറത്താക്കിയിരുന്നു. അതിനുശേഷം പുറത്തൊരിടത്ത് വെച്ച് അവർ തമ്മിൽ കാണാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ കാണാമെന്ന് പറഞ്ഞിരുന്ന ദിവസം അവൻ ചെല്ലുന്നില്ല. അതിനുശേഷം അവളേതോ മനുഷ്യക്കടത്തുകാരുടെ കയ്യിൽപ്പെട്ട് അടിമയായി വിൽക്കപ്പെട്ടു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സ്വതന്ത്രമായപ്പോഴാണ് അവൻ അന്വേഷിച്ച് ഇറങ്ങാൻ പറ്റിയത്. തലസ്ഥാന നഗരിയിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് അവൻ ഉയർന്ന ഉദ്യോഗസ്ഥനായി ഇപ്പോൾ ഇവിടെയാണ് എന്നൊക്കെ അറിഞ്ഞത്. അങ്ങനെ ഇങ്ങോട്ടേക്ക് അന്വേഷിച്ച് വരികയായിരുന്നു എന്നൊക്കെ യുബൈ അവനോട് പറയുന്നു. അവൾ പറയുന്നത് കുറേയൊക്കെ സത്യമാണെങ്കിലും പൂർണ്ണമായും അവളെ വിശ്വസിക്കാൻ ദുവ തയ്യാറാവുന്നില്ല. ഞാൻ ഇവിടെയാണ് എന്ന് ആരാണ് പറഞ്ഞു തന്നത്? അലഞ്ഞു തിരിഞ്ഞ് നടന്ന നിനക്ക് എങ്ങനെയാണ് ഇത്ര വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങാൻ കഴിഞ്ഞത്? ഇവിടെ വരെ യാത്ര ചെയ്യാനുള്ള പണം ആരാണ് നൽകിയതെന്നൊക്കെ അവൻ സംശയിച്ചതോടെ ചോദിക്കുന്നു. നിനക്കെന്നെ വിശ്വാസമില്ലാതെ ആയോ എന്നൊക്കെ ചോദിച്ച് സെൻറ്റ് അടിച്ച് അവൾ അതിൻ്റെ മറുപടി കൃത്യമായി നൽകുന്നില്ല. അവളോട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത്, ഈ വീടിന് പുറത്തുള്ള ആരുമായും കാണാൻ പാടില്ല എന്നൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോൾ അവൾ ചാടി എഴുന്നേറ്റ് അവൻ്റെ കയ്യിൽ പിടിക്കുന്നു. അതോടെ പുറത്തു നിൽക്കായിരുന്ന ഇല്ലു ക്ഷമ നശിച്ച് വാതിൽ തുറന്നകത്തേക്ക് കയറുന്നു. ദുവ വേഗം യുബയുടെ പിടിപിടിച്ചെങ്കിലും അവളുടെ മുഖത്തെ ഗൗരവം മാറുന്നില്ല. സിറ്റുവേഷൻ മോശമാകുമെന്ന് മനസ്സിലാകുന്നതിനാൽ ദുവ എന്തോ പറഞ്ഞ് അവളെ അവിടെ നിന്ന് ബലമായി കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അവനോട് കൽപ്പിച്ച് അവൾ കയ്യിലെ പിടിയൊക്കെ വിടുവിച്ച് മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. യുബയെ ആരോ മനഃപൂർവ്വം തൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചതാണെന്ന് ദുബോയ്ക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അവൾ ചേട്ടന് ഇഷ്ടപ്പെട്ടിരുന്ന പെണ്ണായതുകൊണ്ട് അവളെ ഉപദ്രവിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. ഫുൾ ടൈം അവളെ നിരീക്ഷിക്കാനായി അവൻ കാവയെ ഏർപ്പാടാക്കുന്നു. ഇല്ലുവിൻ്റെ പിണക്കം മാറ്റാൻ അവൻ അടുത്ത ദിവസം പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങി വന്നെങ്കിലും അവൾക്ക് നൽകാൻ തയ്യാറാകാതെ വാതിൽക്കൽ മടിച്ചു നിൽക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് പിണങ്ങി നിൽക്കുന്നത് തന്നെയാണ് രണ്ടുപേർക്കും നല്ലത്. അല്ലെങ്കിൽ ഭാവിയിൽ കൂടുതൽ ദുഃഖിക്കേണ്ടി വരും എന്ന് കാവോ നിർദ്ദേശിച്ചപ്പോൾ അവനും അത് ശരിയാണെന്ന് തോന്നുന്നതിനാൽ ഫുഡ് അവനെ ഏൽപ്പിച്ചിട്ട് അവളെ കാണാതെ അവൻ തിരികെ പോകുന്നു. യുബൈ ദുബയെ കാണാൻ അവസരമുണ്ടാക്കാൻ വേണ്ടി പലതവണ അസുഖം അഭിനയിച്ചെങ്കിലും അവൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവൻ അവളോട് ഇങ്ങനെ തണുത്ത രീതിയിലാണ് പെരുമാറുന്നതെന്ന് പ്രിൻസും അറിയുന്നു. ഒരർത്ഥത്തിൽ അവൻ ഇങ്ങനെ പെരുമാറുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അവൾക്ക് അവനെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം കൂടും. പെണ്ണൊരു പൊട്ടൽ എന്ന് കേട്ടിട്ടില്ലേ? അവനെ സ്വന്തമാക്കാൻ വേണ്ടി അവൾ ഏതറ്റം വരെ പോകാനും തയ്യാറാകും. അത് നമുക്ക് ഗുണം ചെയ്യും എന്ന് പ്രിൻസ് പറയുന്നു. ഒരു അവസരമുണ്ടാക്കി ദുബയുടെ ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കാൻ യുബയെ ഏൽപ്പിക്കാനായി ഒരു മാരകമായ വിഷവും അയാൾ റോങ്ങിനെ ഏൽപ്പിക്കുന്നു. ദുബയും ഇല്ലുവും ഉൾപ്പെടെ അവൻ്റെ കൂടെയുള്ള മുഴുവൻ ആളുകളെയും കൊല്ലാനുള്ള പ്ലാനിലാണ് പ്രിൻസ്. അവർ രണ്ടുപേരും കൂടി ഇതെല്ലാം പറയുന്നത് സിത്താർ വായിക്കാൻ അവിടെ ഉണ്ടായിരുന്ന ഷെങ് കേൾക്കുന്നുണ്ട്. യുബയോട് തനിച്ചൊന്ന് സംസാരിക്കാനായി ഇല്ലു ടോങ്ങിൻ്റെ സഹായത്തോടെ കാവൽക്കാരെ വാതിൽക്കൽ നിന്ന് മാറ്റിയിട്ട് അകത്തേക്ക് കയറുന്നു. ദുബോയ്ക്ക് ഇല്ലുവിനോട് പ്രത്യേക താല്പര്യമുണ്ടെന്ന് യുബൈ ഇതിനകം മനസ്സിലാക്കിയിരുന്നു. അവളോട് സംസാരിക്കുന്നിടയിൽ ദുബോ മുമ്പ് ചേട്ടനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇല്ലുവിന് ഓർമ്മ വരുന്നു. ചേട്ടൻ്റെ ലവറായിരിക്കുമോ യുബൈ എന്ന സംശയം അവൾക്കുണ്ടാകുന്നു. അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നതോടെ കൂടുതൽ സമയം അവിടെ ഇരിക്കാതെ അവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയെങ്കിലും ആ സമയത്ത് ദുബോ വാതിൽക്കൽ വന്ന് മുട്ടി വിളിക്കുന്നത് കേൾക്കുന്നു. അത് കേട്ടതും യുബൈ ഇല്ലുവിൻ്റെ കൈ പിടിച്ച് അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്ന വിധത്തിൽ വെച്ചിട്ട് അവൾ കൊല്ലാൻ ശ്രമിച്ച രീതിയിൽ ബഹളം വയ്ക്കാൻ തുടങ്ങുന്നു. ബഹളം കേട്ട് വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് നിന്ന് ദുബോ ആദ്യം സീൻ കണ്ടപ്പോൾ ഒന്ന് വല്ലാതെ ആകുന്നുണ്ട്. യുബയുടെ ദുർദ്ദേശം മനസ്സിലായി ഇല്ലു അവൾ കിട്ടുന്ന പൊട്ടിയെ കൂടി ചെയ്തിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ദുബ യുബൈ ഒന്ന് നോക്കുപോലും ചെയ്യാതെ ഇല്ലുവിൻ്റെ പുറകെ ചെന്ന് അവളുടെ കൈക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുന്നു. പക്ഷേ ഇല്ലു അവൻ്റെ കൈ തട്ടി മാറ്റുന്നു. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം, പിന്നെ ചിലപ്പോൾ എനിക്ക് കേൾക്കാൻ മനസ്സുണ്ടായി എന്ന് വരില്ല എന്ന് പറഞ്ഞ് ചേട്ടൻ്റെ കാര്യം അവൻ ഇങ്ങോട്ട് പറയാൻ വേണ്ടി അവളൊരു അവസരം നൽകുന്നു. പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും പറയാമെന്നാണ് അവൻ പറഞ്ഞത്. അതോടെ അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. യുബൈ അവളെ കെണിയിലാക്കാൻ നോക്കിയതാണെന്ന് അവന് മനസ്സിലായിരുന്നു. അവൻ തിരിച്ച് അകത്തേക്ക് കയറി മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കാനാണെങ്കിൽ നിന്നെ സംരക്ഷിക്കാൻ വേണ്ടത് ഞാൻ ചെയ്തോളാം. ഇനി ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൻ ശ്രമിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് യുബൈക്ക് വാണിംഗ് കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോഴേക്കും ടോങ് അവിടെ നിന്ന് മാറ്റിയ കാവൽക്കാരൻ തിരികെ എത്തുന്നു. യുബൈയെ പ്രത്യേകം നിരീക്ഷിക്കണം. ഇനി അവൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ അവളെ കൊന്നുകളഞ്ഞേക്കാൻ അവർക്ക് ഓർഡർ നൽകിയിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. തനിക്കിനി ഒരിക്കലും പഴയതുപോലെ അവൻ്റെ ലവറാകാൻ കഴിയില്ല എന്ന തിരിച്ചറിവോടെ യുബൈ ആകെ നിരാശയായിരിക്കുന്നത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.